Welcome to +1 exam package, part 15, satellites. First one, a satellite in an elliptical orbit has an apogee of 30,000 kilometers and a perigee of 1,000 kilometers. What is the semi-major axis of the elliptical orbit? പെരിജി എന്ന് പറഞ്ഞാൽ ഭൂമിയോടടുത്ത് വരുന്ന ഭാഗം. അപ്പോജി എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലത്തിൽ ചെല്ലുന്ന ഭാഗം. നമ്മളിത് കഴിഞ്ഞ ദിവസം പ്ലാനറ്റ്സിൻ്റെ കേസിലൊക്കെ പറഞ്ഞതാണ്. ഇത് എർത്ത്, അപ്പോൾ ഇതിനടുത്ത് വരുന്ന ഭാഗം ഓർബിറ്റിൻ്റെ സാറ്റലൈറ്റ് കറങ്ങുന്ന ഓർബിറ്റിൻ്റെ നിയറസ്റ്റ് പോയിന്റ്. ദിസ് ഈസ് പെരിജി. ഇവിടെ നിന്ന് ഏറ്റവും അകലം കൂടിയ ഭാഗം അപ്പോജി. ഇവിടെ ചോദ്യം പറയുന്നത് പെരിജി 1,000 കിലോമീറ്ററും അപ്പോജി ദാറ്റ് ഈസ് 1,000 കിലോമീറ്ററുമാണ്. എങ്കിൽ സെമി മേജർ ആക്സിസ് എത്ര? ഇതാ എലിപ്സിൻ്റെ മേജർ ആക്സിസ്. ഇതിൻ്റെ ഹാഫ്, അതായത് സെമി മേജർ ആക്സിസ് എ. അപ്പോൾ ഇത് മേജർ ആക്സിസ് 2A ആണ്. അപ്പോൾ സെമി മേജർ ആക്സിസ് ഈസ് മേജർ ആക്സിസിൻ്റെ ഹാഫ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? അപ്പോജി മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ അപ്പോജി പ്ലസ് പെരിജി, അതിൻ്റെ ഹാഫ്. അപ്പോൾ അപ്പോജി പ്ലസ് സെമി മേജർ ആക്സിസ് ഈക്വൽസ് അപ്പോജി പ്ലസ് പെരിജി ഡിവൈഡഡ് ബൈ 2. ദറ്റ് ഈസ് 30,000 plus 1,000 by 2 or 15,500 kilometer or 15,500 kilometer. That is the answer. Another one. Calculate the orbital velocity of a satellite in a circular orbit at a height h above the surface of Earth. ഇത് എർത്ത് സാറ്റലൈറ്റിൻ്റെ സർക്കുലർ ഓർബിറ്റ്. എർത്തിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഓർബിറ്റിലേക്കുള്ള ഈ ദൂരം റേഡിയസ് സ്മോൾ ആർ. സർഫസിൽ നിന്നുള്ള ഈ ദൂരം ഹൈറ്റ് എച്ച്. ഇത് എർത്തിൻ്റെ റേഡിയസ്. അപ്പോൾ സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആർ പ്ലസ് എച്ച് ആർ. ഇവിടുത്തെ ബേസിക് റൂൾ എന്താ? സെൻട്രിപെറ്റൽ ഫോഴ്സ് on the satellite must be equal to gravitational force or gravity. That is mv square by r equals gm into m1 m2 by r square. ഒരു r ക്യാൻസൽ ചെയ്യും, പോയിട്ട് v square equals gm by small r. That is gm by small r is r plus h. Therefore v equals square root of em by r plus h. This is the required expression. ഈ എച്ച് എർത്തിൻ്റെ റേഡിയസ് 6,400 കിലോമീറ്റർ ആയതാണ്. ആ റേഡിയസിനെ അപേക്ഷിച്ച് എച്ച് വളരെ കുറവാണെങ്കിൽ ഈ ആർ പ്ലസ് എച്ച് എന്നുള്ള ആറെന്നങ്ങ് എഴുതാം. അപ്പോൾ വി ഈക്വൽസ് ഓർബൈറ്റൽ വെലോസിറ്റി വി ഈക്വൽസ് ജി എം ബൈ ക്യാപിറ്റൽ ആർ എന്ന് വരും. ജി എം എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ ഇൻറ്റു സ്മോൾ ജി ആർ ബൈ ആർ ഓർ ദറ്റ് ഈസ് റൂട്ട് ഓഫ് ആർ ജി. ഇതിന് പറയുന്ന പേരാ ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി. ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി. സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി എന്ന് പറയുന്നത് എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എർത്ത്. അടുത്ത ചോദ്യം. What is a geostationary satellite? എർത്തിൻ്റെ ഇക്വറ്റോറിയൽ പ്ലെയിൻ, ഇത് എർത്ത്, അതിൻ്റെ ഇക്വേറ്ററിന് ചുറ്റും
കറങ്ങുന്ന സാറ്റലൈറ്റാണ് ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ്. ഇപ്പോൾ പോള് ചുറ്റിക്കൊണ്ട് കറങ്ങുന്നത് പോളാർ സാറ്റലൈറ്റ് എന്ന് പറയാം. ഇത് ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ്. അപ്പോൾ ഭൂമധ്യരേഖ ഭാഗത്ത് അതിന് മുകളിൽ കൂടി ഇങ്ങനെ കറങ്ങുന്ന സാറ്റലൈറ്റ്. ഇത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് കറങ്ങുന്നത്. ഭൂമിയും സ്പിൻ ചെയ്യുന്നത് അങ്ങനെയാണല്ലോ, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. അതുകൊണ്ടല്ലേ സൂര്യൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇത് ഭൂമിയുടെ അതേ പീരീഡിലാണ് കറങ്ങുന്നത്. 24 അവർ, ഒരു കറക്കത്തിന് 24 അവർ. ഈ സാറ്റലൈറ്റും അത്രയും സമയം തന്നെ എടുക്കുന്നു. അപ്പോൾ എപ്പം നോക്കിയാലും ഭൂമിയിൽ നോക്കുന്ന ഒരാളിന് എപ്പോഴും ഈ സാറ്റലൈറ്റ് ഒരു ഫിക്സഡ് പൊസിഷനിൽ നിൽക്കുന്നതായിട്ട് തോന്നുന്നത്. കാരണം ഭൂമിയും ഈ സാറ്റലൈറ്റ് തമ്മിൽ റിലേറ്റീവ് മോഷനില്ല, റിലേറ്റീവ് വെലോസിറ്റി 0 ആണ്. അപ്പോൾ ഇങ്ങനെ കൊടുത്താൽ മതി. സാറ്റലൈറ്റ് ഓഫ് ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ് ഈസ് സാറ്റലൈറ്റ് ഓഫ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഓഫ് എർത്ത് മൂവിങ് ഇൻ ദി ഇക്വറ്റോറിയൽ പ്ലെയിൻ ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് in circular orbit at such an altitude that its period of revolution is about 24 hours. Such satellites appears stationary to an observer on Earth. ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്ന മറ്റു രീതി ചോദിച്ചാൽ ഉത്തരം എഴുതാൻ വേണ്ടിയാണ്. റേഡിയസ് ഓഫ് ദി orbit of geostationary orbit is about 42,000 കിലോമീറ്റർ. കൃത്യമായിട്ട് പറഞ്ഞാൽ 42,164 കിലോമീറ്റർ എന്ന് പറയാം. ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ് പറയുകയാണ്. അത് ഇതിൽ നിന്ന് റേഡിയസ് അങ്ങ് കുറച്ചാൽ മതി എർത്തിൻ്റെ. 35,860 കിലോമീറ്റർ എന്ന് വരും. അടുത്ത ചോദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇൻവെർട്ടർ കോമയ്ക്കകത്ത് an artificial satellite at the correct distance from the Earth would make one revolution every 24 hours and thus would remain stationary above the same spot. This statement was made by dash. ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്. ആർതർ സി ക്ലാർക്ക്, CLARKE, ആർതർ സി ക്ലാർക്ക്. അടുത്ത പേര് ജോഹന്നാസ് കെപ്ലർ. അടുത്തത് സർ ഐസക് ന്യൂട്ടൺ. ആൻസർ ആർതർ സി ക്ലാർക്ക്. അതൊരു ഫിക്ഷൻ റൈറ്ററായിരുന്നു, സയൻറ്റിഫിക് ഫിക്ഷൻ ധാരാളം എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇത് ഈ മുമ്പേ വായിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റിൻ്റെ ആശയം മനുഷ്യരാശിക്ക് മുമ്പിൽ വെച്ചത് ആർതർ സി ക്ലാർക്ക്. പല ഫിക്ഷൻ റൈറ്റേഴ്സും ഇതുപോലെ ഹാലിഡേ ഈ മനുഷ്യൻ്റെ പിന്നീടുള്ള ഓരോ കണ്ടുപിടുത്തങ്ങൾക്ക് ഉപകരിക്കുന്ന മുൻവിധികളോടെ ഫിക്ഷനൊക്കെ എഴുതിയിട്ടുണ്ട്. ഇൻവിസിബിൾ മാൻ. അപ്പോൾ കടലിനടിയിലുള്ള കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ ഒത്തിരി ഉണ്ട്. സമയക്കുറവുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാം. അടുത്ത ചോദ്യം, ഡാഷ് ലോ ഗവേൺസ് ദി മൂവ്മെൻറ്റ് ഓഫ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഓഫ് എർത്ത്. അവിടെ തിരഞ്ഞെടുക്കാനായിട്ട് ഒന്ന് ന്യൂട്ടൺസ് ലോസ് ഓഫ് ഗ്രാവിറ്റി മെക്കാനിക്സ്, രണ്ട് ഗലീലിയൻ ലോസ്, മൂന്ന് കെപ്ലേഴ്സ്
ലോസ്. ഇതിലേതാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിൻ്റെ മൂവ്മെൻറ്റിനെ നിർണ്ണയിക്കുന്ന നിയമങ്ങൾ? ഇതിലാരുടെയാണ്? സംശയമൊന്നുമില്ല, കെപ്ലേഴ്സ് ലോസ്. ന്യൂട്ടൺസ് ലോസ് എന്ന് എഴുതാൻ സാധ്യതയുണ്ട്. അല്ല, കെപ്ലേഴ്സ് ലോസ്. അടുത്ത ചോദ്യം. ഇൻ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം Doppler effect is absent in dash satellite system. Doppler effect കാണിക്കാത്ത സാറ്റലൈറ്റ് സിസ്റ്റം. ഒന്ന്, ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ്സ്. രണ്ട്, ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ്സ്. മൂന്ന്, നിയർ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ്. നിയോ എന്ന് പറയും, നിയർ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ്സ്. തീർച്ചയായിട്ടും ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റാണ്. കാരണം എർത്തും ഇത്തരം സാറ്റലൈറ്റും തമ്മിൽ റിലേറ്റീവ് മോഷനില്ല. റിലേറ്റീവ് മോഷൻ ഉണ്ടെങ്കിൽ ഡോപ്ലർ എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റാണ് ആൻസർ. അടുത്ത ചോദ്യം. ദി മിനിമം നമ്പർ ഓഫ് ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ്സ് നീഡഡ് ഫോർ uninterrupted global communication is dash. A 3, B 4, C 2. 3 സാറ്റലൈറ്റ് ഭൂമിക്ക് ചുറ്റും തടസ്സമില്ലാതെ കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന മിനിമം എത്ര ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ്സ്, കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് വേണമെന്നാണ്? 3 എണ്ണം മതി. 120 ഡിഗ്രി ആംഗുലാർ സെപ്പറേഷൻ വരുന്ന 3 സാറ്റലൈറ്റ് വിക്ഷേപിച്ചാൽ മതി. ഇതിലേക്ക് കൊടുക്കുന്ന മെസ്സേജ് ഇതിൻ്റെ ലുക്ക് ആംഗിൾ എന്ന് പറയാം, ഇതിൻ്റെ പരിധിയിലുള്ള ഭാഗങ്ങളിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എന്നിട്ട് ഇങ്ങോട്ട് റിലേ ചെയ്യും. ഇത് അതിൻ്റെ റേഞ്ചിൽ ഡിസ്ട്രിബ്യൂഷൻ നടത്തും. ഇവിടെ ഗ്രൗണ്ട് സൈഡിലെല്ലാം പിക്കപ്പ് ചെയ്തോളും. അവിടെ നിന്ന് ഇത് ഇങ്ങോട്ട് റിലേ ചെയ്യും. ഇത് വേണ്ടിടത്തൊക്കെ സ്പ്രെഡ് ചെയ്തോളും. അപ്പോൾ അറ്റ്ലീസ്റ്റ് മിനിമം നമ്പർ 3 ആണ് ആൻസർ. അടുത്ത ചോദ്യം. സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്. 1, all geostationary satellites are geosynchronous, while the reverse is not true. Geostationary satellites സിങ്ക്രണസ് സാറ്റലൈറ്റ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. സിങ്ക്രണസ് സാറ്റലൈറ്റ്സ്, ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ് എന്ന് പറയുന്നത് സിങ്ക്രണസ് സാറ്റലൈറ്റ് തന്നെയാണ്. ഭൂമിയുമായിട്ട് സിങ്ക്രണൈസേഷൻ നടത്തിയിട്ടുണ്ട്. ഭൂമിയുടെ അതേ പീരീഡ്, അതെ ഭൂമിയിൽ നോക്കുന്ന ആളിന് സ്റ്റേഷണറി ആയിട്ട് തോന്നുകയൊക്കെ ചെയ്യും. പക്ഷേ മറ്റോർബിറ്റിലും, പോളാർ ഓർബിറ്റ്, അതുപോലെ ഈ ഇക്വറ്റോറിയൽ പ്ലെയിനിന് ചരിഞ്ഞ പ്ലെയിനിൽ സാറ്റലൈറ്റിനെ വിക്ഷേപിച്ചിട്ട് അത് സിങ്ക്രണസ് ആക്കാം, ഇതേ പീരീഡൊക്കെ കൊടുക്കാം. പക്ഷേ അത് ജിയോ സ്റ്റേഷണറി ആവില്ല. ജിയോ സ്റ്റേഷണറി എന്ന് പറയുമ്പോൾ ഭൂമിയിൽ നിൽക്കുന്ന ഒരാളിന് അത് സ്റ്റേഷണറി ആയിട്ട് കാണും. അപ്പോൾ ഇവിടെ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഓൾ ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ്സ് ആർ ജിയോ സിങ്ക്രണസ്. അത് ശരിയാണ്. വൈൽ ദ റിവേഴ്സ് ഈസ് നോട്ട് ട്രൂ. അതായത് എല്ലാ ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ്സും ജിയോ സ്റ്റേഷണറി അല്ല. അത് ശരിയാണ്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ്, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ. രണ്ടാമത്തത്, ദി വെലോസിറ്റി ഓഫ് സാറ്റലൈറ്റ് അറ്റ് ഇറ്റ്സ് അപ്പോജീ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദി വെലോസിറ്റി അറ്റ് ദി പെരിജീ. അത് കഴിഞ്ഞ പോസ്റ്റിലോട്ട് ഞാൻ പ്രോബ്ലം ചെയ്ത പ്ലാനറ്റ്സിൻ്റെ കേസിൽ അത് തന്നെ ഇവിടെയും ആപ്ലിക്കബിളാണ്. എപ്പോഴും പെരിജിയിൽ വരുമ്പോഴാണ് വെലോസിറ്റി കൂടുതൽ.
എലിപ്റ്റിക്കൽ ഓർബിറ്റിലെ പെരിജി പ്ലാനറ്റാവട്ടെ സാറ്റലൈറ്റ് സണ്ണാവട്ടെ അതിൻ്റെ അടുത്തുകൂടെ കടന്നു പോകുമ്പോഴാണ് ഫാസ്റ്റായിട്ടാണ് കടന്നു പോകും. കാരണം കെപ്ലേഴ്സ് സെക്കൻഡ് ലോ ഓഫ് ഈക്വൽ ഏരിയാസ് അനുസരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്തേ പറ്റൂ. എത്രയും പെട്ടെന്ന് കടന്നു പോകണം അവിടെ. കൂടുതൽ സെക്ടേറിയൽ ഏരിയ കോമൻസ് ദൂരം കുറവായതുകൊണ്ട് സെക്ടേറിയൽ ഏരിയ കോൺസ്റ്റൻ്റ് ആക്കാൻ വേണ്ടി അങ്ങ് കടന്നു പോകും. അപ്പോൾ അത് ഞാൻ അഡീഷണലായിട്ട് പറയുന്ന പോയിൻറ്റ്സ് ഏതൊക്കെ, കെപ്ലേഴ്സ് സെക്കൻഡ് ലോ അല്ലെ ലോ ഓഫ് ഈക്വൽ ഏരിയാസ് ആയിട്ട് ടാലി ചെയ്യുന്നതിന് വേണ്ടി ആണ് അതുമായിട്ട് അത് ശരിയാകണമെങ്കിൽ ഇത് പെരിജി കൂടെ കടന്നു പോകുമ്പോഴായിരിക്കണം സ്പീഡ് കൂടുതൽ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന വെലോസിറ്റി ഓഫ് സാറ്റലൈറ്റ് അറ്റ് ഇറ്റ്സ് അപ്പോജി ഈസ് ഗ്രേറ്റർ ദാൻ ദി വെലോസിറ്റി അറ്റ് ദി പെരിജി എന്നാണ്. അപ്പോൾ അത് തെറ്റാണ്, റോങ് ആണ്, തിരിച്ചാ സംഭവം. അടുത്തത്, ദി ഐഡിയ ഓഫ് ജിയോസ്റ്റേഷണറി സാറ്റലൈറ്റ് വാസ് ഫസ്റ്റ് എക്സ്പ്രസ്ഡ് ബൈ ജോഹന്നാസ് കെപ്ലർ. മുമ്പേ ഒന്ന് കണ്ടതല്ലേ, അത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റിനെ പറ്റിയുള്ള ഐഡിയ ആദ്യം എക്സ്പ്രസ് ചെയ്തത് ആർതർ സി ക്ലാർക്ക്. അപ്പോൾ ഇവിടെ കെപ്ലർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ്ങാണ്, അല്ലെ ഫോൾസ്. അപ്പോൾ ആദ്യത്തേത് ട്രൂ, രണ്ടാമത്തേതും മൂന്നാമത്തേതും ഫോൾസ്. സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. വി വിൽ സീ the next point in the next postings. Thank you.